ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കോന്നി എക്കോ ടൂറിസത്തിലോട്ട് ഒരു യാത്ര പോയാലോ? കമോൺ ഫോളോ മീ. ആദ്യമേ എൻട്രൻസ് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ആനക്കൊട്ടിലാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനക്കുട്ടിയുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ കണ്ട ഉടൻ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചു ഗൈസ്. ഞങ്ങളുടെ കയ്യിൽ പഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല ഗൈസ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ആനയെ കാണാൻ. ആന അവിടെ കിടന്ന് വട്ടം കറങ്ങുമായിരുന്നു ഗൈസ്. അവിടെ ഈ ആനയെ പരിചരിക്കുന്ന അവിടുത്തെ പാപ്പാനാണെങ്കിൽ വന്നിട്ട് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അത് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ പുറത്തോട്ടിട്ട് നമ്മളെ ഇങ്ങനെ അടുത്തോട്ട് വരാനായിട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാനായിട്ടും അതിങ്ങനെ തുമ്പിക്കൈ നീട്ടി വായിലോട്ട് വെക്കും ഗൈസ്. അത് വരാൻ പറയുമ്പോൾ വരും, പോകാൻ പറയുമ്പോൾ പോവും. അതിനെ അങ്ങനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് ഞങ്ങൾ ആദ്യമേ ഇവിടെ കാണാൻ കഴിഞ്ഞത്. പാവം ഗൈസ്, അതിന് വിശക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെന്ന് കരുതിയോണ്ട് അത് തിരിച്ചങ്ങ് പോയി കേട്ടോ ഗൈസ്. അടുത്തതായിട്ട് ഈ എലിഫൻറ്റിൻ്റെ മ്യൂസിയമുണ്ട്. അവിടെയാണെങ്കിൽ ചെന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു ആനയുടെ ഒരു പ്രതിമ കാണാം. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു ഗൈസ്. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് ശരിക്കും ആനകളുടെ ഫോട്ടോസും പല പല കുഞ്ഞു കുഞ്ഞു തൊട്ട് വലുത് വരെയുള്ള മോഡൽസുകളും ഒക്കെ കാണാം ഗൈസ്. നിങ്ങൾ ഈ കോന്നി വഴി പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അടുത്ത റൂമിൻ്റെ അകത്ത് അവിടെ നല്ല പല പല ഫോട്ടോസും പല മോഡലിലുള്ള സീനറീസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഓരോന്നിൻ്റെ അകത്തും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നോക്കൂ, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, അടുത്തൊരു ആനയുടെ സ്കെൽറ്റലാണ്. എന്തുവാണ് അതിൻ്റെ ആ ഒരു സ്കള്ളൊക്കെ കണ്ടോ. ഇത് നമുക്കിവിടെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരവസരം കിട്ടിയാൽ വന്ന് കാണണം ഗൈസ്. എന്താ അതിൻ്റെ ഒരു കാലിൻ്റെ സ്ട്രക്ചർ ഇത് കണ്ടോ. ഇത് സ്കള്ളിൻ്റെ മാത്രം പ്രത്യേകം എടുത്ത് വെച്ചേക്കുകയാണ് ഗൈസ്. അതേമാതിരി അതിൻ്റെ താടി എല്ലാം തോന്നുന്നത്. ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മൾ റിയലായിട്ട് ഉള്ള മാതിരി ഒരു ഫീൽ തോന്നുന്നത്. അതേ രീതിയിലാണ് എൻ്റെ അത് ചെയ്യുന്നത്. പിന്നെ കുറേ ടൂൾസൊക്കെയാണ്. നമ്മളൊന്ന് കണ്ടിരുന്നു. ഓരോരോ ജനറേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഇത് കണ്ടാൽ നമ്മുടെ ഐസ് ഏജ് 2 അകത്തുള്ള ആനയുടെ ഒരു
മോഡൽ മാതിരി തോന്നുന്നുണ്ടല്ലേ ഗൈസ്. പിന്നെ കുറേ ഫോട്ടോസ് ഇതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാമിൻ്റെ കുറേ ഓപ്ഷൻസൊക്കെ തന്നിട്ട് ഞാൻ ഏതാണ്ടൊക്കെ കുത്തിയിട്ട് ഞാനങ്ങ് പോകുന്നു. ഇത് നല്ലൊരു സീനറിയാണ് കേട്ടോ, വലിയൊരു സീനറിയാണ്. ഒരു സൈഡ് മൊത്തം അതാണ്. ഞാനൊരു ആനയിൽ ഇങ്ങനെ തൊട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ആരാണ്ട് കുറേ ഓരോരുത്തരുടെ ഒരു ക്രാഫ്റ്റ് മാതിരിയുള്ള രീതിയിലാണ് അടുത്ത ഒരു സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. എൻ്റെ അതുകൊണ്ട് വെറും പൊടി കുഞ്ഞു തൊട്ട് വലുതിലോട്ടാവുന്ന രീതിയിൽ പല മോഡൽസിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ വ്യത്യസ്തമായിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊന്നും കാണാത്ത ചില വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാനെല്ലാം മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. പൂരത്തിൻ്റെ മോഡലിലുള്ളത്, പിന്നെ തടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ മുകൾ വരെ, ഈ റൂമിൻ്റെ മുകൾ സഹിതം ടോപ്പ് വരെയും ഇതിൻ്റെ അകത്ത് ഓരോ പിക്ചേഴ്സും ഓരോ ഐറ്റംസുമാണ്. ലാസ്റ്റ് അത് ഇതുണ്ട്, ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. പിന്നെ നെറ്റിപ്പട്ടം, ഇതുണ്ടോ? ഇതൊക്കെ നമുക്ക് റെയറായിട്ട് കാണുന്ന സാധനമാണ്. ഇത് നമുക്ക് കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല. വെറൈറ്റി ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ ആനകളുള്ള സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ ഒരു 2-3 ആനകളെ ഞാൻ കണ്ടുള്ളൂ. അവിടെ അതേ ഉള്ളെന്ന് തോന്നുന്നു. ഈ ആനയുടെ പേര് പ്രിയദർശിനിയാണ്. 41 വയസ്സ് ഏതാണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഒരു കുഞ്ഞൊരാനയുടെ ഇതുണ്ടെങ്കിൽ അതിന് 23 വയസ്സേ ഉള്ളൂ. അത് ഈവ എന്ന് പറയുന്നൊരാന. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ആനയുണ്ട്. ആ ആന ഇച്ചിരി സ്പെഷ്യലാണ്. ആരും പറഞ്ഞാലും അനുസരിക്കത്തില്ല. അതിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഈ വീടിൻ്റെ ലാസ്റ്റ് ഉണ്ട് ആ ആന ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിടിയാനയാണ് ഗൈസ്. അത് കുഞ്ഞാന ഉണ്ട്, അതാ ഈവ എന്ന് പറയുന്നത്. ഇത് പ്രിയദർശിനിയാണ്. പിന്നെ ഇതാണ്, ഈ ആനയുടെ പേര് കൃഷ്ണ എന്ന് പറയുന്നത്. ഈ ആനയെന്ന് വെച്ചാൽ ഇച്ചിരി വശപശകായിട്ട് നിൽക്കുന്നൊരാന കേട്ടോ. പിന്നെ കാണാൻ കഴിഞ്ഞത് ഇതാ ഒരു അമ്മമ്മയാണ്. പിന്നെ ഒരു കുട്ടിയെയും കണ്ടു. ഈ ആനയൊക്കെ വൈകിട്ടാവുമ്പോഴത്തേക്ക് നടത്താൻ കൊണ്ടുപോകും ഗൈസ്. അതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് നടക്കാൻ ഭയങ്കര മടിയാണ്.
അവർ പറഞ്ഞു കൊടുത്തു എങ്ങനെയെങ്കിലുമാണ് അതിനെ കൊണ്ട് നടത്തിച്ച് അവിടെ വെച്ച് ആന പനിനീർ തളിച്ച്. അതിനുശേഷം നമ്മുടെ ഫിലോമിന പറയുന്ന ഡയലോഗാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ തളിയാനേ പനിനീർ, ഇവിടെ തളിയാനേ പനിനീർ. അങ്ങനെ എങ്ങനെയെങ്കിലും ആ ആന ഇങ്ങനെ താറി താറി ഇങ്ങനെ പോവുക. അയാൾ അവസാനം അടി ഏതാണ്ട് ചെറുതായിട്ട് കൊടുത്തെന്ന് തോന്നുന്നു. ലാസ്റ്റ് അവിടെ വരുന്നതിന് മുമ്പ് ഇതാണ് കോന്നി എക്കോ ടൂറിസം. കണ്ട കാഴ്ച. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.